മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ജലപീരങ്കി പ്രയോഗം ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധമാണ്. അതെ, ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. വലിയ പ്രതിഷേധം നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിന്റെ കൂടി ഭാഗമായാണ് ജില്ലാ കേന്ദ്രങ്ങളിലുള്ള പ്രതിഷേധം. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. ഇപ്പോൾ ഏത് തരത്തിലേക്ക് ഈ സമരം നീങ്ങിയിരിക്കുന്നു? അനുജ, മാർച്ച് സംഘർഷത്തിലേക്ക് പോകുന്നു എന്നതാണ് സാഹചര്യം. കളക്ടറേറ്റിന് മുന്നിൽ പോലീസും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. 2 തവണ പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. നേരത്തെ ആദ്യഘട്ടത്തിൽ മാർച്ചായി എത്തി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. അതിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുതള്ളുമുണ്ടായി. ഇപ്പോൾ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോവാൻ തയ്യാറായിട്ടില്ല. ഈ കളക്ടറേറ്റ് കവാടത്തിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ ഈ റോഡ് ഉപരോധിക്കാനുള്ള നീക്കമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടെ പോലീസും അതോടൊപ്പം തന്നെ പ്രവർത്തകരും തമ്മിൽ കുന്തും തള്ളും, അതോടൊപ്പം തന്നെ കയ്യാങ്കളിയിലേക്കും പോകുന്ന സാഹചര്യമുണ്ടായി. സംഘർഷ സാഹചര്യത്തിന് ഇപ്പോഴും ഒരു അയവ് വന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് കണ്ണൂർ കളക്ടറേറ്റിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത്. ഇപ്പോഴും ഏകദേശം ഒരു 50-60ഓളം പ്രവർത്തകർ ഈ കളക്ടറേറ്റ് കവാടത്തിന് മുന്നിൽ പോലീസുമായി വാക്കുതർക്കത്തിലും അതോടൊപ്പം തന്നെ കയ്യാങ്കളിയിലൊക്കെ ഏർപ്പെടുകയാണ്. പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 100ഓളം പ്രവർത്തകരാണ് ഈ മാർച്ചിൽ പങ്കെടുത്തത്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. അതിനിടെയാണ് പോലീസ് അത് തടയുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത്. പോലീസുമായി പലതവണയായി കയ്യാങ്കളിയിൽ ഏർപ്പെട്ടു. ഇപ്പോൾ പ്രവർത്തകർ ഈ കളക്ടറേറ്റ് മുന്നിൽ തന്നെ തമ്പടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടെ ഈ മറ്റൊരു വശത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം എന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയാണ്. ഇപ്പോൾ പോലീസ് വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും കയ്യാങ്കളിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സംഘർഷത്തിൽ ചില പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ഈ പോലീസ് വാഹനത്തിൽ കയറ്റുകയും അവരെ പിന്നീട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടെയാണ് കൂടുതൽ പ്രവർത്തകർ തമ്പടിച്ച് ഈ വാഹനത്തിന് മുന്നിൽ എത്തി വാഹനം തടഞ്ഞു വെച്ചത്. ഇപ്പോൾ ഈ പോലീസും ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ ഈ പോലീസ് വാഹനം തടഞ്ഞിട്ടുള്ളത്. സംഘർഷത്തിന് ഒരയവും വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോഴും കളക്ടറേറ്റിന് മുന്നിലെ റോഡിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ വടികളും അതോടൊപ്പം തന്നെ ചെരുപ്പുമെല്ലാം പോലീസിന് നേരെ പ്രവർത്തകർ വലിച്ചെറിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസ് വലിയ സംയമനം പാലിച്ചിരുന്നു. പിന്നീട് പക്ഷേ പോലീസും പ്രവർത്തകർക്കെതിരെ ആക്ഷൻ സ്വീകരിച്ചു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ്. ജില്ലാ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസിൻ മജീദിനെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടന്നു. അതിനിടെ വീണ്ടും ഈ സംഘർഷം തന്നെ തുടരുകയാണ്.
ആവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി പലതവണ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനങ്ങളിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. എന്നാൽ അറസ്റ്റ് ചെയ്ത് വാഹനങ്ങളിലാക്കുന്ന പ്രവർത്തകരെ അവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുകയാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നേരിയ സംഘർഷം പലപ്പോഴും ഉണ്ടായി. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, തുടരാം. ക്രിസ്റ്റീന, സംഘർഷത്തിന് ഏതെങ്കിലും തരത്തിൽ അയവ് വന്നുവെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. പ്രവർത്തകരും പോലീസും ഒരുപോലെ നേർക്കുനേർ നിന്ന് ഏറ്റുമുട്ടുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ പ്രവർത്തകരെ നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. ഇപ്പോൾ ആ വാഹനം മുന്നോട്ട് നീക്കുകയാണ്. അത് തടഞ്ഞു വെച്ചുകൊണ്ട് അതിനെ വാഹനത്തിന് മുന്നിൽ കിടന്നും അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. അവരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമമാണ് പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്ക് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ പോകുന്നു. അതായത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സമാധാനപരമായിരുന്നു ആദ്യഘട്ട സമരം. പിന്നീട് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. അതോടെയാണ് പോലീസ് ജലപീരങ്കിയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമവും തുടങ്ങിയത്. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ സംഘടിച്ചെത്തി അത് തടയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ഈ പോലീസ് വാഹനം ഇവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തകർ സമ്മതിച്ചിട്ടില്ല. നേതാക്കൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് മറ്റ് തമ്പടിച്ചു വന്ന അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങോട്ടെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരെ തടയാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യായമില്ലാതെ അറസ്റ്റ് ചെയ്യുക, ക്രൂരമായി പോലീസ് വണ്ടിക്ക് പോലും മർദ്ദനം ഏൽപ്പിക്കുക, പിടിക്കുമാറ്റം വരുമ്പോൾ അവര് നേരെ പോലീസ് ആക്രമിക്കുക. എന്ത് തോന്നിവാസമാണ് കണ്ണൂർ നടക്കുന്നത്? ഇപ്പോൾ പ്രവർത്തകരുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ജില്ലാ നേതാക്കളെ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവരെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പ്രവർത്തകർ തടഞ്ഞത്. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ പൂർണ്ണമായും ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടില്ല. പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ച് സംഘടിച്ച് തന്നെ ഇവിടെ നിലകൊള്ളുകയാണ്. അവർ പൂർണ്ണമായി പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അവരുടെ നേതാക്കളെ, ജില്ലാ നേതാക്കളെ നിലവിൽ ഇപ്പോൾ പോലീസ് ഏറെ പണിപ്പെട്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റുന്നതിനിടെയാണ് ഇടയ്ക്ക് വീണ്ടും സംഘർഷമുണ്ടായത്. എന്തായാലും സംഘർഷത്തിന് പൂർണ്ണമായ അയവ് വന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷഭരിതമാകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് മാറ്റുന്നു. വാഹനമെടുക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു പ്രവർത്തകർ അത് തടയുന്നു. വീണ്ടും അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായെങ്കിലും ഇപ്പോൾ പ്രവർത്തകരെ ജില്ലാ നേതാക്കളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലാക്കി മാറ്റിയിരിക്കുകയാണ്. മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയാണ്. അരുൺ പൂപ്പറമ്പ ഉണ്ട്. അരുൺ, ഇപ്പോൾ അവിടെ ആ ഒരു സംഘർഷാവസ്ഥയ്ക്കൊക്കെ ഒരു അയവ് വന്നില്ലേ? ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ പോലീസിനെതിരായ മുദ്രാവാക്യം വിളിച്ച് അവിടെ നിന്ന് പോവുകയാണോ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഗസ്തീന, കസ്റ്റഡിയിലെടുത്ത മുഴുവൻ നേതാക്കളെയും നിലവിൽ ഇപ്പോൾ പോലീസ് ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേതാക്കൾ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് തടയാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തിയിരുന്നു. അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പലതവണ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ പ്രകടനമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതായത് കളക്ടറേറ്റിന് മുന്നിലുള്ള റോഡിലൂടെ പ്രകടനമായി പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. സംഘർഷത്തിന് അല്പം അയവ് വന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം കളക്ടറേറ്റിന് മുന്നിൽ നിന്നും പ്രവർത്തകർ പൂർണ്ണമായും തന്നെ ഈ ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രവർത്തകരുടെ പ്രകടനം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കളക്ടറേറ്റ് മുന്നിലൂടെയുള്ള റോഡിലൂടെ
മുന്നോട്ട് പോവുകയാണ്, പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ് എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് ഇത് പോയിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നതല്ല. ഇനി എന്തെങ്കിലും കൂടുതൽ റോഡ് ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് പ്രവർത്തകർ കടക്കുമോ? എന്താണ് പിരിഞ്ഞുപോയാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ സമരങ്ങളുമായിട്ടാണ് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കോടിക്കണക്കിന് രൂപയാണ് മാസപ്പടിയായി കൈപ്പറ്റിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ സമരം തന്നെ കണ്ണൂരിൽ ഉണ്ടാകുമെന്നാണ് ഈ സമയത്ത് ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. സൂചനാ സമരം മാത്രമാണ്. എന്തായാലും ഇപ്പോൾ സമരം അവസാനിപ്പിക്കുകയാണ് എന്നതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. നേരത്തെ നേതാക്കളെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിരുന്നു. എന്തായാലും പ്രകടനമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഓഫീസിലേക്ക് മടങ്ങുകയാണ്. അരുൺ പൂപ്പരമ്പയാണ് വിശദാംശങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കണ്ണൂർ ജില്ലാ നേതാക്കളെ, യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ പിരിഞ്ഞു പോവുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സമരം ഇതുകൊണ്ട് തീരുന്നില്ല. പുതിയ പ്രതിഷേധ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് സർക്കാരിനെതിരായ സമരം, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം, അതൊക്കെ കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ അവിടെയുള്ള നേതാക്കന്മാർ പറയുന്നത്. ഇതുവരെയുള്ള സംഭവത്തിൽ പോലീസ് വാഹനം തടയുന്നതും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഏറ്റവും അവിടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. പോകുന്ന വഴിയിലും അവർ 24-നോട് അവരുടെ പ്രതിഷേധം അറിയിച്ചു. ഇത്തരത്തിൽ ഉള്ള പോലീസ് നടപടി, അതിനെതിരായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ജില്ലാ നേതാക്കൾ ഇപ്പോൾ ടൗൺ സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. ബാക്കിയുള്ള നേതാക്കൾ അവരുടെ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്നതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ അരുൺ? ക്രിസ്tina, തീർച്ചയായും ഏകദേശം 1 മണിക്കൂർ നീണ്ട സംഘർഷ സാഹചര്യം കളക്ടറേറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ സമരം യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ നേതാക്കളെ, ജില്ലാ നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടെയാണ് ആ സംഘർഷമുണ്ടായത്. പോലീസ് വാഹനം ഏറെ നേരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വെച്ചു. പോലീസ് 2 തവണയായി ജലപീരങ്കി പ്രയോഗിക്കുകയും കയ്യാങ്കളിയിലൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ പോലീസ് ലാത്തി വീശിയിട്ടില്ല. എന്തായാലും നിലവിൽ അത് കഴിഞ്ഞ് പ്രവർത്തകരെ ഏറെ പണിപ്പെട്ട് ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്ത് ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റി. മറ്റുള്ള പ്രവർത്തകർ, അതായത് കളക്ടറേറ്റ് മുന്നിൽ പ്രകടനമായി പോയിരുന്ന പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. സംഘർഷ സാഹചര്യത്തിൽ ഏകദേശം 1 മണിക്കൂറോളം നീണ്ട സംഘർഷത്തിന് ഇപ്പോൾ ഒരു അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ നിലവിൽ കളക്ടറേറ്റിന് മുന്നിൽ നിന്നും പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടുണ്ട്. ശരി, കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞുപോയി. പക്ഷേ സമരം കടുപ്പിക്കും എന്ന മുന്നറിയിപ്പോടുകൂടെയാണ് പ്രവർത്തകരുടെ പിരിഞ്ഞുപോക്ക്.